അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല. ഒരു കൂട്ടര് ജീവിതത്തിൽ ബലഹീനരാണെന്ന് അറിയുന്നവര്, മറ്റവര് അറിയാൻ പോകുന്നവര്. ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്, ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിന്റെ വില കുരിശിൽ വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, അങ്ങയെ കർത്താവ് നാഥനുമായി ഞാൻ ഏറ്റുപറയുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും അങ്ങേക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അങ്ങ് രക്ഷാകര കർമ്മം പൂർത്തിയാക്കിയതോടെ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാം അങ്ങയുടെ കീഴിലായിരിക്കുന്നു. ഇത് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ നാമധേയത്തെക്കാൾ വലുതായ നാമധേയം യേശുവിൻ്റെതാണ്. യേശു എന്ന നാമം ഉച്ചരിക്കുമ്പോൾ എല്ലാ ജീവജാലങ്ങളും മുട്ടുമടക്കുന്നു. സാത്താൻ ഞെട്ടി വിറയ്ക്കുന്നു. ഹല്ലേലൂയ. അവന്റെ നാമത്തിന് മുമ്പിൽ യാതൊന്നുമില്ല. ഹല്ലേലൂയ. ആ യേശുവേ, അങ്ങയെ എന്റെ കർത്താവും നാഥനുമായി സ്വീകരിക്കുന്നു. ഞാൻ എന്നെ ഈശോയുടെ കീഴിലേക്ക് ഇതാ കൊണ്ടുവരുന്നു. ഞാൻ ഒരിക്കലും എന്നെ യേശു അല്ലാത്ത ഒന്നിന്റെയും കീഴിൽ നിർത്തി കാണുകയില്ല. ഞാൻ യേശു കർത്താവിന്റെ കീഴിലാണ്. ഞാൻ രോഗത്തിന് കീഴിലല്ല. ഞാൻ ഏതെങ്കിലും സാഹചര്യങ്ങളുടെ കീഴിലല്ല. ഈ ലോകം ഉയർത്തിയ ഒരു വെല്ലുവിളികളുടെയും കീഴിലല്ല ഞാൻ. ഞാൻ യേശു കർത്താവിന്റെ കീഴിലാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഉറക്കെ സ്തുതിക്കട്ടെ. എല്ലാ ആകുലതകളും വിട്ടുപോകട്ടെ. ഭയചിന്തകളും വിട്ടുപോകട്ടെ. നിരാശ വിട്ടുപോകട്ടെ. വർഷങ്ങളുടെ തലവേദന, തലയ്ക്കകത്ത് വിങ്ങൽ, തലകറക്കം, തലയിലെ ട്യൂമർ രോഗങ്ങള്, എല്ലാവിധ ക്യാൻസർ രോഗങ്ങള്, എന്നെ ഭയപ്പെടുത്തുന്ന എല്ലാം വിട്ടുപോകട്ടെ. ഞാനായിരിക്കുന്ന കുടുംബ സാഹചര്യങ്ങള്, അവ ഉയർത്തുന്ന വെല്ലുവിളികള്, എല്ലാ ഭയവും വിട്ടുപോകട്ടെ. യേശുനാമത്തില് എന്നെ ഭയപ്പെടുന്ന ഓരോന്നും വീണ് ഉടയട്ടെ. അന്ധകാരം നീങ്ങട്ടെ. രോഗഭയങ്ങൾ വിട്ടുപോകട്ടെ. എന്നെ ആകുലതയിലേക്ക് നയിക്കുന്നവയെല്ലാം വിട്ടുപോകട്ടെ. ഞാൻ യേശു കർത്താവിന്റെ കീഴിലാണ്. റോമർ 10:9 യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും
ദൈവം അവനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നോട് എന്ത് പറയുന്നു അത് നിന്റെ തലയിൽ നീ വിതയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്ത് വിതയ്ക്കുന്നുവോ അതാണ് കിളുക്കുക. എന്ത് കിളുക്കുന്നുവോ അതാണ് പിന്നീട് നമുക്ക് കൊയ്യാൻ സാധിക്കുക. അതുകൊണ്ട് എന്ത് കൊയ്യണമോ അത് വിതയ്ക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നോട് എന്ത് പറയുന്നു അതിൽ മാറ്റം വന്നാൽ നിന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നോട് എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് നീ മാറ്റണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നോട് എന്ത് പറയുന്നുവോ അതാണ് നിന്റെ തലയിൽ നീ വിതയ്ക്കുന്നത്. നീ വിതയ്ക്കുന്നതാണ് ചിന്തയായി കിളുക്കുന്നത്. ചിന്തയാണ് പ്രവൃത്തിയായി രൂപാന്തരപ്പെടുന്നത്. ഹല്ലേലൂയ. അവിടെ നിന്നോട് എന്ത് പറയുന്നുവോ അതിൽ മാറ്റം വരുത്തണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കലും ഈ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് എല്ലാ ഭയത്തിൽ നിന്ന് വിടുതൽ കിട്ടട്ടെ. ഹല്ലേലൂയ, യേശുവേ, യേശുവേ, യേശു കർത്താവേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, യേശുവേ, 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 യേശു കർത്താവേ, എൻ്റെ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് കൈ ഉയർത്തി കൈയടിച്ചേ. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം എല്ലാവരും ഇരിക്കുക. സങ്കീർത്തനം 34:4 എല്ലാവരുടെ ഏറ്റു ചെല്ലുക. ഞാൻ കർത്താവിനെ തേടി, ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരളി, അവിടുന്ന് എനിക്ക് ഉത്തരമരളി. സർവ ഭയങ്ങളിൽ നിന്ന്, സർവ ഭയങ്ങളിൽ നിന്നും അവിടുന്ന് എന്നെ മോചിപ്പിച്ചു, അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ കർത്താവിനെ തേടി, ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരളി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. സർവ ഭയങ്ങളിൽ നിന്ന്, സർവ ഭയങ്ങളിൽ നിന്നും അവിടുന്ന് എന്നെ മോചിപ്പിച്ചു, അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 23:4 എല്ലാവരോടും ചേർന്ന്, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 27:1 കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എൻ്റെ ജീവിതത്തിന്റെ കോട്ടയാണ്. ഞാൻ ആരെ പേടിക്കണം? ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ്. ഞാൻ ആരെ പേടിക്കണം? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ഭയവും വിട്ടുപോകട്ടെ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 139:5 എല്ലാവരും, മുമ്പിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു. അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്.
ഞാൻ ഭയപ്പെടുകയില്ല. ഞാൻ ഭയപ്പെടുകയില്ല. മുമ്പിലും പിമ്പിലും മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു. അവിടെ എനിക്ക് കാവൽ നിൽക്കുന്നു. അവിടുത്തെ കരം എന്റെ മേലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം കൈകൊട്ടി പിടിച്ചുകൊണ്ട് ഒന്ന് ആത്മപരിശോധന ചെയ്യുക. എന്നെ ഭയപ്പെടുത്തുന്നത് എന്താണ്? നിന്നെ ഭയപ്പെടുത്തുന്നത് എന്താണോ നീ അതിനോട് കൽപ്പിക്കണം. നിനക്കെന്നെ ഭയപ്പെടുത്താൻ പറ്റിയല്ല. കാരണം നീ യേശു കർത്താവിൻ്റെ കീഴിലാണ്. ആ യേശു കർത്താവ് എൻ്റെ കർത്താവാണ്. അവിടെ നിനക്ക് എന്നെ ഭയപ്പെടുത്താൻ പറ്റുകയില്ല. അത് രോഗമായാലും മരണമായാലും കടബാധ്യതയായാലും എന്തു തന്നെയായാലും ശരി, അതെല്ലാം യേശു കർത്താവിൻ്റെ കീഴിലാണ്. അതുകൊണ്ട് അവയെല്ലാം എൻ്റെ കീഴിലാണ്. അത് കടന്നു വന്ന് എന്നെ ഭയപ്പെടുത്താനോ എൻ്റെ മനസ്സിൻ്റെ സമാധാനം നശിപ്പിക്കാനോ അവയ്ക്ക് അധികാരമില്ല. അത്തരം ഭയചിന്തകൾ വിട്ടുപോകട്ടെ. യേശു നാമത്തിൽ എല്ലാ ഭയചിന്തകളും നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭയത്തിന്റെ പൈശാചിക പീഡകളെ യേശു നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമർ 8:15. നിന്നെ ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നീ പ്രാപിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരെയൊക്കെ തലയ്ക്കകത്ത് ഒത്തിരി അന്ധവിശ്വാസങ്ങൾ, ആരൊക്കെയോ പറഞ്ഞു കൊടുത്ത നുണചിന്തകൾ, മന്ത്രവാദം, കൂടോത്രം, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി നുണചിന്തകൾ തലയ്ക്കകത്ത് കയറ്റി അവയൊക്കെ നിന്നെ പേടിപ്പിക്കുന്നവയാക്കി മാറ്റി അങ്ങനെ എത്രയോ പേര് മെൻ്റൽ പേഷ്യൻ്റ് വരെ ആയിത്തീരുന്നു. നമ്മുടെ ഭയത്തിൽ നിന്ന് പുറത്തു വരണം. ഭയം ദൈവ പൈതലിൻ്റെ അല്ല. നീ ഒരു ദൈവ പൈതലാണ്. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നീ പ്രാപിച്ചിരിക്കുന്നത്. ക്രിസ്തു നമുക്ക് വേണ്ടി നേടിയ രക്ഷാകര പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല ഇതാണ്. അവിടുന്ന് സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരവും ഏറ്റെടുത്തു. ഇനി യാതൊന്നും യേശുവിൻ്റെ മുകളിലില്ല. ഇത് ഏറ്റുപറഞ്ഞാണ് നമ്മൾ ഭയത്തിൽ നിന്ന് പുറത്തു വരേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭയപ്പെടുന്നവൻ ഈശോയുടെ കീഴിലല്ല. നീ ഏതൊന്നിനെ ഭയപ്പെടുന്നു അതിൻ്റെ കീഴിലാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ചു കർത്താവിനെ മഹത്വപ്പെടുത്തുക. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മളാണ് തീരുമാനിക്കേണ്ടത്, ഭയത്തിൻ്റെ അടിയിൽ കയറിയിരിക്കണമോ ഈശോയുടെ കീഴിലിരിക്കണമോ എന്ന്. ആകുലതയുടെ കീഴിലിരിക്കണമോ യേശുവിൻ്റെ കീഴിലിരിക്കണമോ നമ്മളെ തീരുമാനിക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സഹോദരനോട്, സഹോദര ഒന്ന് എഴുന്നേക്കാൻ പറഞ്ഞപ്പോൾ അവൻ പറയാ, അച്ഛൻ പറഞ്ഞപ്പോൾ തന്നെ എഴുന്നേക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ കസേര എന്നെ വിടുന്നില്ല. ഇവരെങ്ങനെ എഴുന്നേക്കുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ അറിഞ്ഞിരിക്കുക, കസേരയെ നീയാണ് വിടേണ്ടത്. ഹല്ലേലൂയ. അല്ല, കസേര നിന്നെ ഇട്ടിട്ട് പോവുകയല്ലേ ചെയ്യുക. ഹല്ലേലൂയ. കസേര നീയാണ് ഉപേക്ഷിക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കസേര നിന്നെ വിട്ടുപോകുന്നവരെ നീ കാത്തിരുന്നാൽ കൊല്ലം കുറേ എടുക്കും. അത്രേ ഉള്ളൂ. ഹല്ലേലൂയ,
ഹല്ലേലൂയ. അതോടെ കൈ ഉയർത്തി കൈയടിച്ച് പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഭയമൊക്കെ വിട്ടുപോയിട്ടുണ്ട്. ഇപ്പം മനസ്സൊക്കെ വളരെ ഫ്രീ ആയി. ഈ അനുഭവം ഉണ്ടായിട്ടുള്ളവരൊന്ന് കൈ മുകളിലേക്ക് ഉയർത്തി കൈ വീശിക്കുകയും ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാനൊരിക്കലൊരു സഹോദരനോട് ചോദിച്ചു, ഭയമൊക്കെ പോയോ? അതേപോലെ ഭയമൊക്കെ പോയച്ചാ, പിന്നെ ഒരു ഭയം നിൽപ്പുണ്ട്. ഞാൻ ചോദിച്ചാൽ എന്താ? ഈ പോയ ഭയം എല്ലാം കൂടെ തിരിച്ചു വരുമോ എന്നൊരു പേടിയുണ്ടെന്ന് പറഞ്ഞു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒന്നുകൂടെ കൈയുയർത്തി കൈയടിച്ചേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ധ്യാനത്തിൽ വന്ന ശേഷം ഇപ്പോൾ ഉള്ളിൽ നല്ല സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. ഈ അനുഭവം ഉണ്ടായിട്ടുള്ളവരെല്ലാം ഒന്ന് കൈ ഉയർത്തുക. അവരൊന്ന് കൈ വീശി കർത്താവിനെ മഹത്വപ്പെടുത്തുക. കൈ താഴെയിടുക. നിങ്ങൾക്ക് കിട്ടിയ ഈ സമാധാനം നിങ്ങളെപ്പോലെ വേദനിച്ച് കഴിയുന്ന മറ്റുള്ളവർക്കും കിട്ടണം എന്ന് ആഗ്രഹമുള്ളവർ ഒന്ന് കൈവെക്കുക. കൈ താഴെയിടുക. ഈ ആഗ്രഹം ദൈവം നിൻ്റെ ഉള്ളിൽ സൃഷ്ടിച്ചിരിക്കുന്ന സുവിശേഷ വിളിയാണ്. ഹല്ലേലൂയ. അപ്പോൾ ആ സുവിശേഷ വിളി നമുക്കെങ്ങനെ നടപ്പാക്കാൻ കഴിയും? നമ്മുടെ ചുറ്റുപാടുമൊക്കെയുള്ള വ്യക്തികളെ സ്നേഹത്തോടെ ധ്യാനത്തിനായി ഈ ധ്യാനമന്ദിരത്തിലേക്ക് പറഞ്ഞയക്കുക. അവരിവിടെ വരട്ടെ. നിങ്ങളിരുന്ന കസേരയിൽ ഇരിക്കട്ടെ. നിങ്ങൾ കേട്ട വചനങ്ങളൊക്കെ അവരും കേൾക്കട്ടെ. ഹല്ലേലൂയ. അങ്ങനെ അവർക്കും നിങ്ങൾക്ക് ലഭിച്ച സന്തോഷവും സമാധാനവും കിട്ടും. ഒന്ന് കൈയടിച്ച്. ഹല്ലേലൂയ. എല്ലാവരും സുവിശേഷ വേല ചെയ്യണം. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ ഈ ധ്യാനമന്ദിരത്തിലെ എല്ലാ പ്രോഗ്രാമും കൈകാര്യം ചെയ്യുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാവുന്ന പോലെ ഈ ധ്യാനം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം ആരംഭിച്ച് വെള്ളിയാഴ്ച രാവിലെ അവസാനിക്കുന്നു. ഈ കോമ്പൗണ്ടിൽ വേറെ എന്തൊക്കെ ധ്യാനമുണ്ടെങ്കിലും ഈ ധ്യാനത്തിന് ഒരു മുടക്കം ഉണ്ടായില്ല. ഞായറാഴ്ച വൈകുന്നേരം തുടങ്ങി വെള്ളിയാഴ്ച രാവിലെ അവസാനിക്കുന്ന ഈ ധ്യാനത്തിന് ഇവിടെ ഒരിക്കലും മുടക്കമില്ല. ഞായറാഴ്ച എന്ന് പറഞ്ഞൊരു ദിവസമുണ്ടോ? ഉണ്ടെങ്കിൽ ഇവിടെ ഈ ധ്യാനം തുടങ്ങിയിരിക്കും. ഹല്ലേലൂയ. അപ്പം നിങ്ങൾക്കത് എളുപ്പമായി. ആരും ഇങ്ങോട്ട് വിളിച്ചു ചോദിക്കേണ്ട കാര്യമില്ല. വരുന്ന ആഴ്ച ധ്യാനമുണ്ടോ, എപ്പോഴാണ് തുടങ്ങുന്നത്, അങ്ങനെയൊന്നും ചോദിക്കേണ്ട കാര്യമേ ഇല്ല. ഞായറാഴ്ച എന്ന് പറഞ്ഞൊരു ദിവസമുണ്ടോ? ഉണ്ടെങ്കിൽ ഇവിടെ ധ്യാനം തുടങ്ങിയിരിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പം നിങ്ങൾക്ക് കണ്ണുമടച്ച് ആരെയും ഈ ധ്യാനമന്ദിരത്തിലേക്ക് ധ്യാനത്തിനായി പറഞ്ഞയക്കാൻ കഴിയും. ഹല്ലേലൂയ. നമ്മുടെ ഈ ധ്യാനത്തിൽ എല്ലാ മതസ്ഥരായിട്ടുള്ള ആളുകളും പങ്കെടുക്കുന്ന ധ്യാനമാണ്. അപ്പോൾ അതുകൊണ്ട് ജാതി മത വ്യത്യാസം കൂടാതെ ആരെയും നിങ്ങൾക്ക് ധ്യാനത്തിന് പറഞ്ഞയക്കാൻ കഴിയും. യേശു എല്ലാവരുടെയും രക്ഷകരാണ്. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയാണ് യേശു പ്രവർത്തിക്കുന്നത്. യേശുവിൻ്റെ എല്ലാം വചനവും എല്ലാം സർവ്വ മനുഷ്യകുലത്തിനും വേണ്ടിയാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ വന്ന് വചനം കേൾക്കുന്നവർക്ക് അയ്യോ ഞങ്ങൾ വേറെ മതത്തിൽപ്പെട്ടതാണ് അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഹല്ലേലൂയ. അവർക്ക് ലഭിക്കേണ്ടത് മുഴുവനും ഈശോ ഈ ശുശ്രൂഷയിലൂടെ തരുന്നുണ്ട്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മാത്രം.
നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ അവിടെ കട്ടിലും കിടക്കയും കാണാൻ സാധിക്കും. അതായത് നമ്മുടെ ഈ ധ്യാന മന്ദിരത്തിൽ കിടപ്പ് രോഗികൾക്ക് കിടന്ന് ധ്യാനിക്കാൻ സൗകര്യമുള്ള ഒരു ധ്യാനമന്ദിരമാണിത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ കിടപ്പ് രോഗികളുണ്ട്. നിങ്ങൾക്ക് അവരെ ഇവിടെ കൊണ്ടുവരാൻ കഴിയും. അവരിവിടെ വരട്ടെ, ഒരാഴ്ച ധ്യാനിക്കട്ടെ. അങ്ങനെ ഒരാഴ്ച ഇവിടെ ധ്യാനിക്കുമ്പോൾ അവർക്ക് നമ്മൾ പലപ്പോഴും ഈ കിടപ്പ് രോഗികളിലേക്ക് നമ്മൾ നോക്കിയിട്ട് നമ്മൾ അവരുടെ ശരീരത്തിലേക്ക് നോക്കുന്നത്. അതിനെക്കുറിച്ച് ഡോക്ടർമാരെന്താ പറഞ്ഞ്, അയ്യോ ഒന്നും ചെയ്യാനില്ല. നമ്മൾ നോക്കുമ്പോഴും അങ്ങനെ തന്നെ. എന്നാൽ നമ്മൾ മനസ്സിലാക്കുക, അവർക്ക് ആത്മാവെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ ആത്മാവിന് വേണ്ടി നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതാണ് നമ്മൾ ഈ അവസ്ഥയിൽ ചെയ്തു കൊടുക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരെ ഇവിടെ വരട്ടെ, ഒരു നല്ല കുമ്പസാരം അവർക്ക് നടത്താൻ സാധിക്കും. അതായത് ജീവിതത്തിൽ അന്നുവരെ വന്നുപോയ മുഴുവൻ പാപത്തിനും മോചനം സ്വീകരിക്കുന്ന ഉറപ്പ് അവർക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് ഏത് മതസ്ഥരായ വ്യക്തികളായാലും ശരി, ഈശോയുടെ പാപമോചനം സ്വീകരിച്ച് കഴിയുന്നു. ഹല്ലേലൂയ. അപ്പം അത് നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാവുന്ന വലിയൊരു കാര്യമല്ലേ. പിന്നെ മറ്റൊന്നാണ്, അവർക്ക് ക്ഷമിക്കുവാനുള്ള കൃപ കിട്ടുന്നു. അപ്പോൾ ചിലരുമൊക്കെ ആയിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും വഴക്കും പ്രശ്നങ്ങളൊക്കെ കാണും. അതൊക്കെ ഒന്ന് രമ്യപ്പെട്ട് എല്ലാവരുമായിട്ട് സ്നേഹത്തിലേക്ക് വരാൻ അവർക്ക് കഴിയുന്നു. അങ്ങനെ എല്ലാവരുമായിട്ടുള്ള ആ സ്നേഹത്തിലാണ്, ആ ഒരു അന്തരീക്ഷമാണ് നമുക്ക് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അതിനുള്ള ഒരു സാഹചര്യം ഈ ധ്യാനമന്ദിരം വചനം ഒക്കെ കേൾക്കുന്ന വഴി ഉണ്ടാകുന്നു. ഒന്ന് കൈയടിച്ച്. അപ്പോൾ ചിലർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അല്ല അങ്ങനെ കിടപ്പ് രോഗിയും കൊണ്ട് ഇവിടെ വന്നിട്ട് വല്ലതും സംഭവിച്ചാലോ? പ്രിയപ്പെട്ടവരെയും, നമ്മുടെ ഈ ധ്യാന മന്ദിരത്തിൽ ഒരു ഡോക്ടർ എപ്പോഴും ഉണ്ട്. ഹല്ലേലൂയ. പിന്നെ കുറച്ച് നേഴ്സുമാരൊക്കെ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ എന്തെങ്കിലും ചെറിയ ചില കാര്യങ്ങളൊക്കെ വന്നാൽ അവരെന്തെങ്കിലും പെട്ടെന്ന് ചെയ്യും. ഹല്ലേലൂയ. ഇനി അതിനേക്കാൾ ഗൗരവമായിട്ട് എന്തെങ്കിലും സംഭവിച്ചാലോ, 24 മണിക്കൂർ സജ്ജമാക്കിയിരിക്കുന്ന ഒരു ആംബുലൻസ് ഇവിടെ ഉണ്ട്, തൊട്ടടുത്ത ആശുപത്രിയുമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് അവിടെ എത്തിക്കാൻ കഴിയും. ആട്ടെ, ഇത്രയും സൗകര്യങ്ങളൊന്നും നിങ്ങളുടെ വീട്ടിലില്ലല്ലോ. ഹല്ലേലൂയ. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുവരാവുന്നേ ഉള്ളൂ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ ഒരു സഹോദരി, ഒരു കാര്യത്തിൽ ഒരു ഉദ്യോഗസ്ഥയാണ്, ഒരു സാമൂഹ്യ പ്രവർത്തകയൊക്കെയാണ്, ഒത്തിരി ആക്റ്റീവായ സ്ത്രീയാണ്. അവർ റിട്ടയറൊക്കെ ആയി കുറച്ച് കഴിഞ്ഞപ്പോൾ കിടപ്പ് രോഗിയായി. കിടപ്പ് രോഗിയായി കഴിഞ്ഞപ്പോൾ ഞാൻ ആ സഹോദരിയെ കാണാൻ ചെന്നു. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു, അച്ഛാ, പെട്ടെന്ന് മരിക്കാനായിട്ട് അച്ഛൻ പ്രാർത്ഥിക്കണം. എൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ ഞാനൊരു ബുദ്ധിമുട്ടാകാൻ ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. ഏതായാലും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവരെ ഇവിടെ ധ്യാനത്തിനായിട്ട് കൊണ്ടുവന്നു. അവർ ധ്യാനമെല്ലാം കൂടി. കിടപ്പ് രോഗിയാണ്. ഇവിടുന്ന് മടങ്ങിപ്പോയി. മടങ്ങി ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു കാര്യം ബോധ്യമായി, ഈ കിടക്കുന്ന അവസ്ഥയിൽ എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുമെന്ന്. അതായത് എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. അങ്ങനെ അവർ ആ കടലിൽ കിടന്നുകൊണ്ട് പയ്യെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ചിലപ്പോൾ കൊച്ചു കൊച്ചു പ്രാർത്ഥനയായിരിക്കും.
അപ്പോൾ കൊന്തയിലും അങ്ങനെ അവരെപ്പോഴും പ്രാർത്ഥനയിലാണ്. ഇവരെപ്പോഴും ഇങ്ങനെ പ്രാർത്ഥനയിൽ കിടക്കുന്നത് കണ്ടിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ കുട്ടികൾ ഇവരുടെ അടുക്കൽ വന്ന്, അമ്മച്ചി നാളത്തെ കഴിഞ്ഞ് പരീക്ഷയാണ്, പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം, പരീക്ഷ കഴിഞ്ഞാൽ ഇവിടെ വന്ന് വിവരം പറയണം, പരീക്ഷ എങ്ങനെ ഇരുന്നത്, റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാലും കാര്യം പറയണം എന്ത് കിട്ടിയെന്ന്. അപ്പോൾ അങ്ങനെ കുട്ടികൾ പരീക്ഷ കഴിയുമ്പോൾ വന്ന് വിവരം പറയുന്നു, റിസൾട്ടായി കഴിയുമ്പോൾ വന്ന് വിവരം പറയുന്നു. അപ്പോൾ അമ്മച്ചി അവരെ ഓർത്ത് അവരെയും കൂടെ ചേർത്ത് നിർത്തി കർത്താവിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ അല്പം കഴിഞ്ഞപ്പോഴേക്കും ആ വീട്ടിലെ മുതിർന്ന ആളുകൾ അമ്മച്ചിയോട് ഇന്ന കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടാൻ തുടങ്ങി. ഹല്ലേലൂയ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ ബന്ധുക്കളുമൊക്കെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാൻ തുടങ്ങി. ഹല്ലേലൂയ. കുറച്ച് കഴിഞ്ഞപ്പോൾ അയൽവക്കത്തുള്ള പല ആളുകളും ഈ അമ്മച്ചിയുടെ അടുക്കൽ വന്ന് ഇന്ന കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടാൻ തുടങ്ങി. ഹല്ലേലൂയ. ചുരുക്കി പറയട്ടെ, അമ്മച്ചി ഭയങ്കര ബിസിയായി. ഹല്ലേലൂയ. അവിടെ എന്തോരം കാര്യങ്ങളാണ് പ്രാർത്ഥിക്കാൻ ഓരോരുത്തർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഞാൻ അവരെ കാണാൻ ചെന്നപ്പോൾ അവരെന്നോട് പറയുകയാണ്, അച്ഛാ അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ പെട്ടെന്ന് മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഇപ്പം എനിക്ക് പറയാനുള്ളത് മരിക്കാൻ മനസ്സില്ലെന്നുള്ളതാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം ഞാൻ ഭയങ്കര ബിസിയാണ്. ഹല്ലേലൂയ. എന്തോരം ആളുകളാണ് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതെല്ലാം അങ്ങ് പ്രാർത്ഥിച്ച് തീരുമ്പോൾ തന്നെ ഒരു സമയമാകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ അമ്മച്ചിയുടെ മുഖത്ത് ഭയങ്കര സന്തോഷം. കാരണം ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ എന്നെ മറ്റുള്ളവർക്ക് ആവശ്യമുണ്ട് എന്ന ബോധം തന്നെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന സംഭാവന എത്ര വലുതാണ്. അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല. ഒരു കൂട്ടര് ജീവിതത്തിൽ ബലഹീനരാണെന്ന് അറിയുന്നവര്, മറ്റവര് അറിയാൻ പോകുന്നവര്. ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്, ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിന്റെ വില